ഹലോ സ്റ്റുഡൻസ്, മൂന്നാമത്തെ മൊഡ്യൂളിലെ വെൽഡിംഗ് എന്ന മൊഡ്യൂളിലെ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെ എഴുതണം, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത്, write the classification of welding. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, write the classification of welding. വെൽഡിങ്ങിൻ്റെ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മൂന്നാമത്തെ മൊഡ്യൂളിലെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ടൈപ്സ് ഓഫ് വെൽഡിങ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അല്ലേ, ടൈപ്സ് ഓഫ് വെൽഡിങ്. അപ്പോൾ അതിൽ ഓരോ ടൈപ്പുകളെ കുറിച്ച്, ഇത് ജസ്റ്റ് ഒരു 6 മാർക്കിനാണ്. അപ്പോൾ അത് എല്ലാം എഴുതാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ അത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് എഴുതി വെക്കുക. ടൈപ്സ് ഓഫ് വെൽഡിങ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിങ്. ഏതാണ്? ഫ്യൂഷൻ വെൽഡിങ് ഉണ്ട്. ഫ്യൂഷൻ വെൽഡിങ്ങിൽ പെട്ടതാണ് ആർക്ക് വെൽഡിങ്. പിന്നെ ആർക്ക് വെൽഡിങ്ങിലുള്ള ഈ മൊത്തം കാറ്റഗറി, ഓരോ കാറ്റഗറി എഴുതാം. പിന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഗ്യാസ് വെൽഡിങ്. അതിൽ അതൊക്കെ ഉണ്ട് എന്ന് എഴുതാം. പിന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പ്ലാസ്റ്റിക് വെൽഡിങ്. അതിൽ ഏതൊക്കെ കാറ്റഗറി ഉണ്ട് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടൈപ്സ് ഓഫ് വെൽഡിങ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് വെൽഡിങ് ആണുള്ളത്, അതിൽ തന്നെ സബായിട്ട് ഏതൊക്കെ ടൈപ്പ് വെൽഡിങ് ഉണ്ട് എന്നുള്ളതാണ് വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വേണം എഴുതാൻ. അങ്ങനെയാണ് 6 മാർക്കിനാണ് ചോദിച്ചെങ്കിൽ ഇതേപോലെ എഴുതാം. ഓക്കെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനത്തെ 6 മാർക്കിന് ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വെൽഡിങ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കണം. വെൽഡിങ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ. വെൽഡിങ് അറ്റ്ലീസ്റ്റ് ഇറ്റ് ഇസ് എ മെറ്റൽ ജോയിനിങ് പ്രോസസ് എന്നെങ്കിലും എഴുതണം വെൽഡിങ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ, ക്ലാസിഫിക്കേഷൻസ് എഴുതി തുടങ്ങാൻ. ഓക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉള്ളത് മാത്രം എഴുതാം, മാർക്കിനനുസരിച്ചിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ ഇവിടെ വെൽഡിങ് എന്താണെന്ന് ആദ്യം എഴുതണം. അതിനൊരു 1-2 വരിയിൽ വെൽഡിങ് എന്താണെന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം ഈ ടൈപ്സ് എഴുതാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് കമ്പയർ AC ആൻഡ് DC വെൽഡിങ്. DC വെൽഡിങ്ങിനും അതേപോലെ തന്നെ AC വെൽഡിങ്ങും കമ്പാരിസൺ നടത്താം. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് ഇവിടെ വരുന്നുണ്ട്. ഈ മൊഡ്യൂളിൽ 3-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. AC ആർക്ക് വെൽഡിങ് അതേപോലെ തന്നെ DC വെൽഡിങ് എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. 2 കോളാക്കിയിട്ട്, അങ്ങനെ കോളമാക്കിയിട്ട് തന്നെ എഴുതാം. ഓക്കെ. ഇതിലും ഇതൊക്കെ ക്വസ്റ്റ്യൻ എന്താണ്, വെൽഡിങ് വേറൊരു പേരിലുള്ള വെൽഡിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണെന്നുള്ളത് വെൽഡിങ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ എഴുതുമ്പോൾ വാട്ട് ഈസ് വെൽഡിങ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ആദ്യം എഴുതി കൊടുക്കണം. ഓക്കെ. ഇപ്പോൾ ഗ്യാസ് വെൽഡിങ് എന്താണ്, അല്ലെങ്കിൽ തെർമിറ്റ് വെൽഡിങ് എന്താണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വെൽഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം ഒരു ഡെഫിനിഷൻ എഴുതി കൊടുക്കുക, 1-2 ലൈന്. അതിനുശേഷം എന്നിട്ട് വേണം ബാക്കിയുള്ള ആൻസർ എഴുതാൻ. ഓക്കെ. ഇവിടെ കമ്പാരിസൺ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. AC വെൽഡിങ്ങും DC വെൽഡിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ അതിൽ ഓരോ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. AC വെൽഡിങ് ട്രാൻസ്ഫോമർ ഹാസ് നോ മൂവിങ് പാർട്ട്. AC വെൽഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂവിങ് പാർട്ടുകളൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു വെൽഡിങ് ട്രാൻസ്ഫോർ മെഷീൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ DC വെൽഡിങ്ങിന് ഒരു ജനറേറ്ററാണ്, റൊട്ടേറ്റിംഗ് ജനറേറ്ററാണ് ഉണ്ടാവുക. ട്രാൻസ്ഫോമറിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും, അതുപോലെ മെയിൻ്റനൻസ് കുറവായിരിക്കും. ജനറേറ്ററിൻ്റെ കോസ്റ്റ് കൂടുതലാണ്, മെയിൻ്റനൻസ് കൂടുതലാണ്, തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഈ കാര്യങ്ങളാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ തെർമിറ്റ് വെൽഡിങ്.
എന്താണ് തെർമിറ്റ് വെൽഡിങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ വിശദമായിട്ട് നിങ്ങളെ മൊഡ്യൂളിൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി കാണണം കേട്ടോ. സോ വാട്ട് ഈസ് എക്സ്പ്ലെയിൻ തെർമിറ്റ് വെൽഡിങ്. തെർമിറ്റ് വെൽഡിങ് എന്താണെന്ന് നോക്കാം. തെർമിറ്റ് വെൽഡിങ് എന്തായിരുന്നു? ഒരു റെയിൽവേ ട്രാക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ് വെൽഡിങ് ആണിത്. ചില കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് രണ്ട് കെമിക്കൽ ഉണ്ട്. ഏതൊക്കെയാണ് കെമിക്കൽ? തെർമിറ്റ് എന്നാണ് അതിനെ വിളിക്കുക. ആ കെമിക്കൽ എന്ന് പറയുമ്പോൾ മെറ്റൽ ഓക്സൈഡും അയൺ ഓക്സൈഡും അതേപോലെ തന്നെ അലുമിനിയം പൗഡറും. ആ അലുമിനിയം പൗഡറും തമ്മിൽ മിക്സ് ചെയ്തിട്ട് കത്തിക്കും. അങ്ങനെ കത്തിച്ചിട്ട് അപ്പോൾ കിട്ടുന്ന ഒരു ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡാണ് ഈ ഗ്യാപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, ട്രാക്കിൻ്റെ ഗ്യാപ്പിലോട്ട്. അങ്ങനെ അത് കുറച്ച് കഴിയുമ്പോൾ അതെന്തായി മാറും? അത് സെറ്റാവും. അങ്ങനെ സെറ്റായതിനു ശേഷം തമ്മിൽ ജോയിൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഇത് എക്സാമിന് വരുന്ന സമയം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫിഗർ വരച്ചു കൊടുക്കണം. ഓക്കെ, ഈ ഫിഗർ വരച്ചു കൊടുക്കണം. ഫിഗർ വരച്ചിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചുരുങ്ങിയ വാക്കുകളിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യം ഒരിക്കലും എഴുതാൻ വിട്ടു പോകരുത്. എന്താണ് തെർമിറ്റ് വെൽഡിങ്ങിൽ അടങ്ങിയിട്ടുള്ളത്? അയൺ ഓക്സൈഡും അലുമിനിയം പൗഡറുമാണ്. അതേപോലെ തന്നെ ഈ കെമിക്കൽ റിയാക്ഷനും എഴുതാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അത് എന്താണെന്ന് ജസ്റ്റ് അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ള കാര്യങ്ങളൊന്ന് ചുരുക്കിയിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് LBW. LBW എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലേസർ ബീം വെൽഡിങ്. അതിനെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ എന്താണ് വെൽഡിങ് എന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുക ആദ്യം. എന്നിട്ട് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ലേസർ ബീം വെൽഡിങ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഒരു 6 മാർക്കിനായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതിലൊരു 6 പോയിൻ്റ് എഴുതണം. അഡ്വാൻറ്റേജിലൊരു 6 പോയിൻ്റ് എഴുതാം, ഡിസഡ്വാൻറ്റേജിലൊരു 3 എഴുതാം. 3 2 എഴുതാം. ഓക്കെ, പിന്നെ എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഫ്ലെയിംസ് ഇൻ ഗ്യാസ് വെൽഡിങ്. ഗ്യാസ് വെൽഡിങ്ങിൽ ഗ്യാസ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന 3 ടൈപ്പ് ഫ്ലെയിമുകളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഗ്യാസ് വെൽഡിങ് എന്ന് പറഞ്ഞ ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ടൈപ്പ് ഫ്ലെയിമാണ് ഗ്യാസ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുക. ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം, ഓക്സിഡൈസിങ് ഫ്ലെയിം. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പ് ഫ്ലെയിമാണുള്ളത്. അപ്പോൾ അതിൽ ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ്റെ അളവും അസെറ്റിലീൻ്റെ അളവും സെയിം. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ അളവ് കൂടുതൽ, ഓക്സിജൻ്റെ അളവ് കുറവ്. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, അതേസമയം അസെറ്റിലീൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ഫ്ലെയിം എന്താണ്, കാർബറൈസിങ് ഫ്ലെയിം എന്താണ്, അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഫിഗർ വരക്കണം. അതേപോലെ തന്നെ അതിൽ ഓരോ പോയിന്റുകൾ ഫിഗർ വരക്കുക. അതിൽ 2 3 പോയിന്റ് ഓരോ ഫ്ലെയിമിനെ കുറിച്ചിട്ട് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗ്യാസ് വെൽഡിങ് ടെക്നിക്. ഗ്യാസ് വെൽഡിങ് ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്യാസ് വെൽഡിങ് ടെക്നിക്ക്, ലെഫ്റ്റ് വാർഡ് ഓർ ഫോർവേഡ് ടെക്നിക്, അതേപോലെ റൈറ്റ് വാർഡ് ഓർ ബാക്ക് വാർഡ് ടെക്നിക്. ഇങ്ങനെ 2 ടെക്നിക്കാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് വാർഡ് ടെക്നിക് എന്ന് പറയുമ്പോൾ
ഈ വെൽഡിംഗ് ടോർച്ച് പിടിക്കുന്നത് റൈറ്റ് ഹാൻഡിലാണ്, അതേപോലെ തന്നെ ഇലക്ട്രോഡ് പിടിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡിലാണ്. എന്നിട്ട് ലെഫ്റ്റ് വാർഡ് വരുമ്പോൾ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നതിനാണ് ലെഫ്റ്റ് വാർഡ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ആംഗിൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. അതേപോലെ തന്നെ ഇവിടെയും ആംഗിൾ കൊടുത്തിട്ടുണ്ട്, അത് ആംഗിൾ ചെക്ക് ചെയ്യണം. പിന്നെ റൈറ്റ് വാർഡ് ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോഡ് പിടിക്കുന്നത് വലത് കയ്യിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഫില്ലർ റോഡ് പിടിക്കുന്നത് ഈ വെൽഡിങ്ങിൻ്റെ ടോർച്ച് പിടിക്കുന്നത് വലത് കൈയിലാണ്. അതുപോലെ തന്നെ ഫില്ലർ റോഡ് ഹോൾഡ് ചെയ്യുന്നത് ഇടത് കൈയിലാണ്. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ആംഗിൾ രണ്ടും നോക്കുക, സെയിം ആണ്. എന്നിട്ട് റൈറ്റിലോട്ട് നീങ്ങുക, അതിനാണ് എന്ത് വിളിക്കുന്നത്, റൈറ്റ് വാർഡ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഫിഗറും വരക്കണം. ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്ക് ചോദിച്ചു കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ 6 മാർക്കിനാണ്. ഈ 2 ഫിഗറും ഒന്ന് വരക്കുക, പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എക്സ്പ്ലെയിൻ റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിങ്. റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിങ് എക്സ്പ്ലെയിൻ ചെയ്യാം. റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്പോട്ട് വെൽഡിങ്. റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിങ് ആണ്. വിശദമായിട്ട് മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടിട്ട് നോക്കട്ടോ. റെസിസ്റ്റൻസ് വെൽഡിങ് 2 ഇലക്ട്രോഡ്, ആ ഇലക്ട്രോഡിൻ്റെ ഇടയിൽ 2 പ്ലേറ്റ് വെക്കും. എന്നിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആണ് അവിടെ ഒരു ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ 2 പ്ലേറ്റുകൾ തമ്മിൽ ജോയിൻ്റ് ആവില്ല. ഈ ഫിഗർ വരക്കണം, ജസ്റ്റ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്. വെൽഡഡ് ജോയിൻറ്റുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അതിൻ്റെ ലാസ്റ്റ് പോർഷനിലുണ്ട്. ഇതൊക്കെ വെൽഡഡ് ജോയിൻ്റ് ഉണ്ട്. ഇവിടെ ഉണ്ടാവും ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്. ഈ ഒരു സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് വെൽഡഡ് ജോയിൻറ്റ് ഏതൊക്കെയുണ്ട്. 5 ടൈപ്പാണുള്ളത്. 5 ടൈപ്പ്. ഇതിനുള്ള ബഡ് ജോയിൻറ്റ്, കോർണർ ജോയിൻറ്റ്, ടീ ജോയിൻറ്റ്, ലാബ് ജോയിൻറ്റ്, എഡ്ജ് ജോയിൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഇതാണ് വരച്ചു കൊടുക്കേണ്ടത്. ഓക്കെ. പിന്നെ എക്സ്പ്ലെയിൻ അബൌട്ട് ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ്. ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോഡുകൾ ഉണ്ട് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം. അതും ഇവിടെ ഏറ്റവും ലാസ്റ്റിലുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോഡുകളുണ്ട്. ഒന്ന് കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉണ്ട്. അതേപോലെ തന്നെ ബെയർ ഇലക്ട്രോഡ്സ് ഉണ്ട്. ലൈറ്റ്ലി കോട്ടഡ് ഇലക്ട്രോഡ്, ഹെവിലി കോട്ടഡ് ഇലക്ട്രോഡ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. ഇങ്ങനെ കൺസ്യൂമബിളും നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡും ഉണ്ട്. അതിൽ ഓരോ സബും ഉണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സോൾഡറിങ് ആൻഡ് ബ്രേസിങ്. സോൾഡറിങ്ങും ബ്രേസിങ്ങും ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും ഇതിലുണ്ട്. സോൾഡറിങ് ആൻഡ് ബ്രേസിങ് എന്ന് പറഞ്ഞ ഭാഗത്തുണ്ടായിരിക്കും. സോൾഡറിങ് എന്ന് പറയുമ്പോൾ സാധാരണ വെൽഡിങ് പോലെയല്ല, മെറ്റൽ അവിടെ ഉരുകുന്നില്ല. പകരം മെറ്റലിനെ ജസ്റ്റ് വേറൊരു ഗമ്മ് പോലെയുള്ള സംഭവം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാണ്, ഒട്ടിപ്പിടിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ടെമ്പറേച്ചറിലാണ് വ്യത്യാസമുള്ളത്. സോൾഡറിങ് ആണെങ്കിൽ 430 ഡിഗ്രി സെൽഷ്യസിൻ്റെ ബിലോയും, അതേപോലെ ബ്രേസിങ് ആണെങ്കിൽ 430 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലോട്ടുമാണ് ടെമ്പറേച്ചർ വരിക. അപ്പോൾ ഇതും വിശദമായിട്ട് 3ാമത്തെ മൊഡ്യൂളിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നുകൂടി കാണാം കേട്ടോ. ഇത്രയാണ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ ഏതാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചെങ്കിൽ, റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വെൽഡിങ് എന്ന് ആദ്യം എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് 1 ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്, 1ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്
വാട്ട് ഈസ് വെൽഡിങ്, എന്താണ് വെൽഡിങ്? വെൽഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെൽഡിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രണ്ട് മെറ്റൽ പീസുകൾ തമ്മിൽ ജോയിൻ്റ് ആക്കുന്ന പ്രോസസ്സിനാണ് വെൽഡിങ് എന്ന് വിളിക്കുക. അത്ര മതി. പിന്നെ സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് റെസിസ്റ്റൻസ് വെൽഡിങ്. അതിൻ്റെ ഫിഗറും മറ്റു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. വിത്ത് നീറ്റ് സ്കെച്ച് വേണം, ഫിഗർ അടക്കം വേണം വരയ്ക്കാൻ. ഓക്കെ, ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് 6 മാർക്ക്. ഓക്കെ, താങ്ക് യു.